ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഡിന്നറായിട്ടൊക്കെ സെർവ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഇനി പിള്ളേർക്ക് സ്കൂളിൽ സ്നാക്കായിട്ട് കൊടുത്തുവിടാൻ സ്റ്റാർട്ടായിട്ടൊക്കെ ഇത് യൂസ് ചെയ്യാം. 1-2 പീസ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ വയറ് നിറയും. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് ബോൺലെസ് ചിക്കനാണ്. ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു വലിയ സവോള ഇതുപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തു. നിങ്ങൾക്ക് മുളക് പൊടി വേണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് തീരെ കുനുകുനാന്നരിഞ്ഞ വെളുത്തുള്ളി ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത്. വെളുത്തുള്ളിയുടെ പേസ്റ്റാണ് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാലും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം കേട്ടോ. ആ ജിഞ്ചറിൻ്റെ ടേസ്റ്റ് ഈ ഒരു റെസിപ്പിക്ക് അത്ര നല്ലതല്ലേ, ആ ടേസ്റ്റ് അത്ര അങ്ങോട്ട് മാച്ചായി പോകത്തില്ല. പിന്നെ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ 2 ടേബിൾ സ്പൂൺ നിറച്ചും നല്ല കട്ട തൈര്, അധികം പുളിയില്ലാത്ത തൈര് ചേർത്ത് കൊടുത്തു. ഇനി ഇതിനാവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 20 മിനിറ്റ് നേരമൊക്കെ വെക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ. ഇനി സമയമില്ലെങ്കിൽ ഒരു 5 മിനിറ്റ് നേരം വെച്ചാലും മതി. കാരണം ഇത് ചെറിയ ചെറിയ പീസായതുകൊണ്ട് പെട്ടെന്ന് മസാല എല്ലാം പിടിക്കുമല്ലോ. ഞാൻ എന്തായാലും ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നേരം വെച്ച ശേഷമാണ് കേട്ടോ കുക്ക് ചെയ്യാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇതൊന്ന് നമുക്കിനി ഇത് ഒരു പാനിലേക്ക് ഇട്ടിട്ട് കുറച്ച് ബട്ടർ അല്ലെങ്കിൽ എണ്ണ എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കാം. വളരെ കുറച്ച് മതി കേട്ടോ, ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. അധികം സമയം ഇട്ടതൊന്നും കുക്ക് ചെയ്യേണ്ട കേട്ടോ, പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ചെറിയ ചെറിയ പീസ് ആയതുകൊണ്ട് അധികം സമയമൊന്നും ആവശ്യമില്ല. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കൊരു ബാറ്റർ ശരിയാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മൈദയുടെ പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് മൈദ 1 കപ്പ് വെള്ളം കൂടെയാണ് ഒഴിച്ചു കൊടുത്തത് ആദ്യമേ. പിന്നെ ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ സാധാരണ ദോശയ്ക്ക് ഉണ്ടാക്കുന്ന ആ ബാറ്ററിൽ ആ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കണം കേട്ടോ ഉണ്ടാക്കുമ്പോഴേക്കും. അപ്പോൾ ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് എത്രത്തോളം വേണോ വേണ്ട അതനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്തെടുത്ത ഉടനെ നമുക്ക് ചുട്ടെടുക്കാം കേട്ടോ. അതിന് പ്രത്യേകിച്ച് സമയം കുറച്ച് സമയം വെക്കുമൊന്നും വേണ്ട, ആ സെയിം ടൈമിൽ തന്നെ നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. പാൻ ചൂടായി കഴിയുമ്പോൾ നമ്മൾ ഇതുപോലെ ദോശ ഇടുന്നവരെ ചുട്ടെടുത്താൽ മതി. അധികം ചൂടോടുകൂടി ഒഴിക്കില്ല കേട്ടോ, അപ്പോൾ നമ്മൾ ഈ ദോശ അങ്ങോട്ട് ഒട്ടിപ്പോവും. അപ്പം തിരിച്ച് മറിച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഇതിങ്ങനെ മറിച്ചിടുമ്പോഴേക്കും നല്ല കൊമ്മള പോലെ വരും കേട്ടോ, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. അപ്പോൾ ഇതുപോലെ നമുക്ക് എത്ര എണ്ണ വേണ്ട അതനുസരിച്ചുള്ള ഇതുപോലെ ദോശ ചുട്ടെടുക്കണം കേട്ടോ. ഞാനിവിടെ ഈ ഒരു പരുവാകുമ്പോഴേക്കും ഇത് എടുത്തിട്ടുണ്ട്. നമുക്കിതുപോലെ എല്ലാം ചുട്ടെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമ്മൾ ചുട്ടെടുത്ത് മാറ്റി വെക്കാം. ഇതൊന്ന് ചെറുതായിട്ട് തണുത്ത ശേഷമാണ് കേട്ടോ നമ്മൾ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നത്. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറച്ച് വെള്ളമുണ്ട്. ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് വേറൊരു സാധനം കൂടെ റെഡിയാക്കണം. ഞാൻ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുത്തു. അതിനുശേഷം ഒരു 1/2 ടീസ്പൂണോളം മൈദാപ്പൊടി ഇട്ട് കൊടുത്തു. ആ മൈദാപ്പൊടിയെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് പാലൊഴിച്ച് കൊടുക്കണം. നമ്മളൊരു വൈറ്റ് സോസ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ പാസ്തയൊക്കെ ഉണ്ടാക്കുമ്പം ചെയ്യുന്ന പോലെ തന്നെയാണ്. കുറച്ച് പാലും കൂടി, ഞാൻ 1/2 ഗ്ലാസ് പാലും കൂടി ചേർത്ത് കൊടുത്ത്. അധികം ഒന്നും ആവശ്യമില്ല കേട്ടോ, വളരെ കുറച്ച് മതി. കാരണം ഇത് നല്ല തിക്കായിട്ടിരിക്കണം. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇതിനകത്ത് ഉപ്പ് ചേർത്തില്ലെങ്കിൽ ടേസ്റ്റ് കിട്ടത്തില്ല. അതുകൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചൊരു ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് മസാല ചീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കനിലെ വെള്ളം എല്ലാം പറ്റി വന്നിട്ടുണ്ട്. ഈ ചിക്കൻ നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചിക്കൻ അകത്ത് വെക്കാനുള്ള ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ മതി, അധികം വെള്ളമൊന്നും ആകില്ല കേട്ടോ. നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്യുമ്പോഴത്തേനും അത് പൊട്ടിപ്പോവും. അപ്പോൾ ഇതുപോലെ നമ്മൾ നടുവേ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം നടുക്ക് കുറച്ച് വെച്ച് കൊടുക്കുക. നമുക്ക് എന്തോരാണ് ആവശ്യമില്ല അതനുസരിച്ച് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ട്രയാങ്കിൾ ഷേപ്പിലാണ് ഞാനിവിടെ ഫോൾഡ് ചെയ്തെടുക്കുന്നത്. ഇതേ രീതിയിൽ അങ്ങോട്ട് ഫോൾഡ് ചെയ്താൽ മതി. നമ്മൾ വെള്ളം തൂത്ത് കൊടുക്കേണ്ട, നമ്മൾ തുറന്ന് പോകത്തൊന്നുമില്ല കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്കെല്ലാം ചെയ്തെടുക്കാം. ഇനി നിങ്ങൾക്ക് ഏത് ഷേപ്പ് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം കേട്ടോ. ഈ ഒരു ഷേപ്പ് ആകുമ്പോഴത്തേക്കും നമുക്ക് പാനിൽ വെച്ച് റെഡിയാക്കി എടുക്കാനായിട്ട് എളുപ്പമാണ്. അതാണ് ഈ ഒരു ഷേപ്പിൽ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ചെയ്തെടുക്കുക. അതിനുശേഷം ഒരു പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ ഞാൻ ഇതുപോലെ തൂത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലായിടത്തും ബട്ടർ തൂത്ത് കൊടുത്ത ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതെല്ലാം ഇതിനകത്തേക്ക് നമുക്ക് ഇതുപോലെ അങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ തീ ഒട്ടും കൂടി പോകല്. അതിനകത്ത് കുറച്ച് മേളിൽ കുറച്ച് ചീസും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അവസാനമായിട്ട് കുറച്ച് വെള്ളം കൂടെ തളിച്ച് കൊടുത്ത്, കാരണം ഒത്തിരി അങ്ങോട്ട് ചൂടായിട്ട് അതങ്ങോട്ട് കരിഞ്ഞു പോയിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ചീസ് നന്നായിട്ട് മെൽറ്റായി കിട്ടുകയോ വേണമല്ലോ, അതുകൊണ്ടാണ്. ഒന്ന് കവർ ചെയ്ത് വെച്ച് ഒരു 5 മിനിറ്റ് വെക്കുക. അതിന് ശേഷം ഇത് നമുക്ക് എടുക്കാവുന്നതാണ്. ചീസെല്ലാം നല്ല മെൽറ്റായിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി മറക്കരുത്.